കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവിൻ്റെ പരിച്ഛേദനത്തിലുള്ള 8-ാം ദിവസം ആയപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ഉൽപ്പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലി അർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. 15-ാം നൂറ്റാണ്ട് മുതൽ പ്രാദേശിക തലത്തിൽ എങ്കിലും റോമിലെ കത്തോലിക്ക സഭയിൽ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ വിവിധ ദിവസങ്ങളിലായി ആഘോഷിക്കപ്പെട്ടിരുന്നു. അത് പ്രത്യേകിച്ചും നടത്തപ്പെട്ടിരുന്നത് ജനുവരിയിലാണ്. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന 8-ാം ദിവസം, അതായത് യേശുവിൻ്റെ പരിച്ഛേദന കർമ്മത്തിലാണ് യേശു എന്ന പേര് അവന് നൽകപ്പെടുന്നത്. എന്നാൽ ഈ പരിശുദ്ധ നാമം അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ പിതാവായ ദൈവം ദൂതൻ മുഖേന മറിയത്തിന് നൽകിയ ഒന്നാണ്. മാത്രമല്ല, പഴയ നിയമപുസ്തകങ്ങളിൽ പോലും ആ ഒരു നാമത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ യേശു എന്ന പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ നാം ഇന്ന് കൊണ്ടാടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്താണ്, യേശുവിൻ്റെ നാമം എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരും രക്ഷയായി മാറുന്നത് എന്നെല്ലാം വളരെ മനോഹരമായി വിവരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പസ്തോല പ്രവർത്തനത്തിലാണ്. അവിടെ 2:21 നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് ശ്ലീഹായും യോഹന്നാനും ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ഒരു മുടന്തനായ വ്യക്തി അവരോട് ഭിക്ഷ യാചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും ആ മുടന്തനായ വ്യക്തിയോട് ഞങ്ങളെ നോക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ മുടന്തനായ വ്യക്തി അവരെ നോക്കുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയോടെ പത്രോസിനെയും യോഹന്നാനെയും നോക്കുന്ന മുടന്തനായ ആ വ്യക്തിയോട് അവർ പറയുന്ന മറുപടി ഇപ്രകാരമാണ്: ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എന്നാൽ എന്താണ് ഞങ്ങൾക്കുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്ന വചനം ഇപ്രകാരമാണ്: നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സുഖം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നീ സുഖം പ്രാപിക്കട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് സുഖം പ്രാപിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ വന്നു നിറഞ്ഞപ്പോൾ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആ നിമിഷം മുതൽ സ്ലീഹന്മാർ എവിടെയും യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയെല്ലാം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവർ തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവരെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുകയാണ്, അവർ കുറ്റവിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും പതറാതെ ധൈര്യപൂർവ്വം അവർക്ക് പ്രതികരിക്കുവാൻ സാധിച്ചത് ആ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് അധികാരത്തിലാണ്, ആരുടെ നാമത്തിലാണ് ഈ വ്യക്തിയെ സുഖപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് ശ്ലീഹ വളരെ ധീരതയോടുകൂടെ തന്നെ മറുപടി പറയുന്നുണ്ട്: നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന മരിച്ചവരിൽ നിന്ന് ദൈവം 3-ാം ദിവസം ഉയർപ്പിച്ച നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഈ വ്യക്തി സുഖം പ്രാപിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് പറയുന്നത് ഇപ്രകാരമാണ്:
ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത അതാണ്. യേശുവിൻ്റെ നാമം പരിശുദ്ധമാണ്. അത് ദൈവത്താൽ നൽകപ്പെട്ട നാമമാണ്. അത് പാപമോചനവും രോഗശാന്തിയും നൽകുന്ന നാമമാണ്. മാത്രമല്ല, നമുക്ക് എപ്പോഴും സുരക്ഷയായി മാറുന്ന നാമമാണ് യേശുവിൻ്റെ പരിശുദ്ധ നാമം. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യേശുവിൻ്റെ നാമത്തിലാണ്. നമ്മുടെ കൂദാശകളെല്ലാം പരികർമ്മം ചെയ്യപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അത് യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു എന്ന നാമത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നമ്മുടെ ആദരങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും എപ്പോഴും നാം ഉച്ചരിക്കേണ്ട നാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമായിരിക്കണം. യേശുവിൻ്റെ നാമം പേരുന്ന ഓരോ മക്കൾക്കും പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയുവാൻ സാധിക്കണം. ആ നാമം ഒരു കവചമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ നാമം ഒരു കവചമാണ്, സംരക്ഷണമാണ്. യേശുവിൻ്റെ നാമം നമ്മൾ ദൈവമക്കളാണ് എന്ന ബോധ്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇന്ന് തിരുസഭ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിന് നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക. യേശുവിൻ്റെ നാമം ഞാൻ ഉച്ചരിക്കുമ്പോൾ അത് എപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നത്. യേശുവിൻ്റെ നാമം ഉച്ചരിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആ നാമം എപ്രകാരമാണ് എനിക്ക് സംരക്ഷണമായിട്ട് മാറുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ അത് എപ്രകാരമാണ് എനിക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമം പരിശുദ്ധമാണ്. നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന നാമമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം പേറുവാൻ നാം ഒരിക്കലും നാണിക്കേണ്ട ആവശ്യമില്ല. യേശുവിൻ്റേതായി ജീവിക്കുവാൻ നാം ഒരിക്കലും നാണിക്കേണ്ട ആവശ്യമില്ല. യേശു എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. അവൻ്റെ നാമം പേറുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ നാമം ലോകം എപ്പാടും എത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.